ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് യുവിയുടെ നൈറ്റ് റൊട്ടീനാണ്. നൈറ്റ് റൊട്ടീൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇവനെ റെഡി ആക്കണതേ ഉള്ളൂ. അപ്പോൾ റെഡി ആക്കണത് ഞാൻ കാണിക്കുന്നില്ല. അതായത് ഈ ഒരു ഡ്രസ്സ്, ഇതിപ്പോൾ നമ്മളടുത്ത് ഡ്രസ്സ് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇനി അമ്മയാകാൻ പോകുന്ന ന്യൂ മോമായിട്ടുള്ളവർക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ട് ന്യൂബോൺ സ്റ്റേജ് തൊട്ട് ഫോളോ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള ഒരു കാര്യം ഞാൻ ഇതുമായിട്ട് ഷെയർ ചെയ്യാം. ഇവൻ്റെ ന്യൂബോൺ സ്റ്റേജ് തൊട്ട് ഇതുവരെയും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നൈറ്റിൽ യുവി ഉറങ്ങാൻ പോടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റാം. യുവി ഉറങ്ങി. ആരത് പ്ലഗ് കയറ്റി രണ്ട് വിരൽ വെച്ചിട്ടുണ്ട്. ഉറങ്ങാൻ പോണതിൻ്റെ സിഗ്നലാണ്. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റാം. അപ്പോൾ രാത്രി ഇതിൻ്റെ ഡ്രസ്സ് മാറ്റാനായിട്ട് മേല് കഴുകി കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ ദേഹം തുടച്ച് കൊടുക്കാറേ ഉള്ളൂ. നല്ല രീതിയിൽ നല്ല രീതിയിൽ ദേഹം തുടച്ച് കൊടുക്കും. അപ്പോൾ ഒരു വാഷ് ക്ലോത്ത് ഈശ്വരോ അച്ഛൻ വന്നിട്ട് തരും. എല്ലാം പിടിങ്ങിയെടുത്തു. അമ്മ മിണ്ടൂലേ, മൈക്കിളൊക്കെ എടുത്തു. അപ്പോൾ 2 വാഷ് ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ഒപ്പിയെടുക്കാനും ഒന്ന് വന്നിട്ട് ദേഹം തുടച്ചു കൊടുക്കാൻ വെള്ളം വെച്ച് ഇങ്ങനെ നല്ല രീതിയിൽ ഈർപ്പമാക്കിയിട്ട് ദേഹം നന്നായിട്ട് തുടച്ചെടുക്കും. 2-3 പ്രാവശ്യം വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ ഒന്ന് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ഒരു ഡയപ്പർ, പിന്നെ ഒരു നൈറ്റ് സൂട്ട്. ഇത്രയുമാണ് നമുക്ക് ഇവനെ ഇനി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ബോഡി ലോഷനും ഒക്കെ ഞാൻ കുളിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് രാത്രി ഇട്ട് കൊടുക്കാറില്ല. ഇപ്പോൾ കുളിച്ചിട്ട് അത് അഥവാ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രാത്രി റെഡിയാക്കുമ്പം ബോഡി ലോഷൻ യൂസ് ചെയ്ത് കൊടുക്കും. ബോഡി ലോഷൻ വന്നിട്ട് സെബാമെഡറിൻ്റെ ബോഡി ലോഷനാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അങ്ങനെ നമ്മുടെ യുവി റെഡിയായി. ഇനി ഇവന് വേറെ പരിപാടിയൊന്നുമില്ല, പാല് കുടിക്കുക, ഉറങ്ങുക. ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. വെയിറ്റ്, ഇവനെ ഞാൻ അമ്മയുടെ കയ്യിലൊന്ന് കൊടുത്തോട്ടെ. അപ്പോൾ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇവൻ ജനിച്ചിട്ട് അന്ന് മുതലെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വന്നതിന് ശേഷം ഞാൻ ഫോളോ ചെയ്ത ഒരു റൊട്ടീനുണ്ട്. അത് അന്ന് മുതൽ ഇന്ന് ഇപ്പം 7 മാസം കംപ്ലീറ്റ് ആയി. 7 മാസം വരെയും അതേ രീതിയിൽ തന്നെയാണ് പോണത്. രാത്രി ഒരു സമയം, ഇപ്പോൾ ഒരു ഫിക്സഡ് ടൈമൊന്നുമില്ല ഇപ്പോൾ ഉറങ്ങുന്നതായിട്ട്. ചിലപ്പോൾ നേരത്തെ ഉറങ്ങും, 9:30. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8 മണിക്ക് വേണമെങ്കിലും അവൻ ഉറങ്ങും. പക്ഷേ 8 മണിക്കൊക്കെ ഉറക്കുക, നേരത്തെ എണീറ്റിരിക്കുക. അതുകൊണ്ട് നമ്മളൊക്കെ കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങുന്ന ടൈപ്പ് ആയതുകൊണ്ട് അവനും അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. നല്ലത് എനിക്ക് തോന്നുന്നു ഒരു 9 മണിക്ക് മുൻപേ ഉറക്കുന്നതാണ്. പക്ഷേ ഇവൻ വന്നിട്ട് ചിലപ്പോൾ 9:30 അല്ലെങ്കിൽ 10, ഇപ്പോൾ 10-10:30 അങ്ങനെയൊക്കെയാണ്. ഒരു ഫിക്സഡ് ടൈമില്ല. പക്ഷേ എപ്പോഴാണ് ഉറങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഉണരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പാലിന് വേണ്ടിയിട്ട് ഉണരും. ഇപ്പം ന്യൂബോൺ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഫീഡ് ചെയ്യണം. അപ്പോൾ 2 മണിക്കൂർ ഇടവിട്ട് ഫീഡ് ചെയ്യണം, ഡയപ്പർ ചേഞ്ച് ചെയ്യണം. ആ പരിപാടിയൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ ആയപ്പോൾ ഇത് ഡയപ്പർ വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാറില്ല. കാരണം അവൻ വന്നിട്ട് ഇപ്പോൾ രാത്രി അങ്ങനെ ഇടാറില്ല. അപ്പോൾ ഒരു ഡയപ്പറിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ള സ്റ്റേജിൽ. ഇനി മുൻപത്തെ അല്ല, ഇപ്പോഴേ ഒരു 7 മാസത്തിൻ്റെ സ്റ്റേജിൽ അങ്ങനെ തന്നെയാണ് പോണത്. പക്ഷേ ഇടയ്ക്ക് ഒരു സമയമൊക്കെ ആകുമ്പോൾ ഡെയിലി ഒരേ സമയത്തായിരിക്കും. ഇപ്പോഴും ഒരു 2 ടൈംസും ഒക്കെ അവ എണീക്കാറുണ്ട് പാലിന് വേണ്ടിയിട്ട്. പക്ഷെ അത് ഉറക്കത്തിൽ കരയും, പാല് കൊടുക്കും, ഉറങ്ങും. അല്ലാതെ അങ്ങനെ ഉണരാറില്ല. അപ്പോൾ ഇതിന് ഞാൻ എന്താണ് ചെയ്യാറെന്ന് വെച്ചാൽ, രാത്രി നമ്മൾ ലൈറ്റ് ഫുള്ളായിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ഉറക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്യില്ലേ, അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു നല്ല ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് ഇടാറേ ഇല്ല. അതിപ്പോൾ എന്ത് ആവശ്യത്തിനാണെങ്കിലും, ഇപ്പോൾ പാല് കൊടുക്കാനായാലും ഡയപ്പർ ചേഞ്ച് ചെയ്യാനായാലും ഒരു ചെറിയൊരു നമ്മൾ 0 വോൾട്ടിൻ്റെയൊക്കെ ഇതുണ്ട്, നൈറ്റ് ലാമ്പിൻ്റെ വെളിച്ചം, ആ ഒരു വെളിച്ചം മാത്രമേ റൂമിൽ കാണുള്ളൂ. അപ്പോൾ അത്
ന്യൂ ബോൺ സ്റ്റേജിലും ആ വെളിച്ചം അത് തന്നെ മതിയാവും. നമുക്ക് ഫീഡ് ചെയ്യാൻ നമുക്ക് ഒരു വെട്ടം ഉണ്ടായിരുന്നാൽ മതിയാവില്ല. പക്ഷേ ആ സമയത്ത് നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്തും പാല് കൊടുക്കേണ്ട സമയത്തൊക്കെ റൂമിൽ നല്ലൊരു വെട്ടം ഇടുവാണെങ്കിൽ ഇവ നല്ല രീതിയിൽ ഉണരും, മേ ബി ആക്റ്റീവ് ആവാം. അത് കഴിഞ്ഞിട്ട് ഉറക്കാനായിട്ട് പിന്നെയും പാടായിരിക്കും. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ടേ ഞാൻ അങ്ങനെയാണ്. ഒരു ഇരുട്ട് ആയി തന്നെയാണ് രാത്രി ഇരിക്കുകയുള്ളൂ. ബ്രൈറ്റ് ലൈറ്റ് ഇടാറില്ല. ഇൻ കേസ് ഉണരുവാണെങ്കിൽ ജസ്റ്റ് തട്ടി ആ ലൈറ്റിൽ തന്നെ തട്ടി ഉറക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് കുറച്ച് ആളുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നല്ല ലൈറ്റ് ഉള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെയും ആ ഒരു എന്താണ് ആ ഉറക്കം പോയിട്ട് ഫുൾ ആക്റ്റീവ് ആവാനാണ് ചാൻസ്. അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് തന്നെ മാക്സിമം നോക്കി ഉറക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ റൂമിൽ വന്നിട്ട് ഒരു നൈറ്റ് ലാമ്പ് എന്ന് പറയുന്നത് നല്ലൊരു വെളിച്ചമുണ്ട്. ഇവിടെ ഈ സൈഡായിട്ടിരിക്കുന്നത് നല്ല വെട്ടമാണ്. അപ്പോൾ അത് ഇടുവാണെങ്കിൽ മേ ബി ചിലപ്പോൾ ഇവ ഉണരാം. അതുകൊണ്ട് ഒരു കുട്ടി നൈറ്റ് ലാമ്പ് പോലത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ക്രോംപ്ടൻ്റെ ഈ ഒരു ചെറിയൊരു ഐറ്റം. അപ്പോൾ ഇത് നമ്മൾ മറ്റേ ഇതിൽ പ്ലഗ് ഡയറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു സ്പേസ് വേണ്ട, എവിടെ വേണമെങ്കിലും എടുത്തിട്ട് പോവാം. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. 200-നകത്തേ ഉള്ളൂ. ഇപ്പോൾ 7 മാസം കൊണ്ട് തുടരെ യൂസ് ചെയ്യണ ഒരു സാധനമാണ്. ഡെയിലി നൈറ്റ് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അത് ഇതുവരെ പ്രശ്നമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഇതുവരെയെങ്കിലും ഓടിയല്ലോ, ഇനി അത് ചീത്തയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം എൻ്റെ വെട്ടം. അപ്പോൾ ഇത് USB വൈസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡയറക്റ്റ് ഇങ്ങനെ പ്ലഗ് ഇൻ ചെയ്താൽ മതി. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്കിത് കൊണ്ടുപോകാം. അപ്പോൾ ഞാനിത് ശാന്തി മഠത്തിൽ പോയിരുന്ന സമയത്ത് അവിടെ വച്ചിട്ടും ഇത് തന്നെ ഉപയോഗിച്ചത്. ഞാൻ ഡെലിവറി ആകുന്നതിന് മുൻപേ തന്നെ ശ്രീയേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു വയ്ക്കണമെന്ന്. ഞാൻ ഓൾറെഡി കുറച്ച് പ്രിപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. വേറെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് തോന്നി. പിന്നെ എൻ്റെ സിസ്റ്ററിന് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, ഫുള്ള് ലൈറ്റ് യൂസ് ചെയ്യാതെ ഇരിക്കണമെന്ന്. അതുകൊണ്ട് അപ്പോഴേ പ്രിപ്പയർഡായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ട് ശാന്തി മഠത്തിൽ പോയപ്പോഴും ഇത് തന്നെ ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ശ്രീയേട്ടൻ്റെ വീട്ടിലാണെങ്കിലും ഇത് തന്നെയാണ് ഉപയോഗിക്കാറ്. മറ്റ് റൂമിലുള്ള ലൈറ്റിനേക്കാളും ഇതാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്യണം, നല്ലതായിരിക്കും. നിങ്ങളുടെ റൂമിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള വെട്ടമാണെങ്കിൽ നൈറ്റ് യൂസ് ചെയ്യാൻ ഇതൊന്ന് വാങ്ങണം, നല്ലതായിരിക്കും. ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. നൈറ്റ് ബഡ്ഡി എന്നാണ് എഴുതിയിരിക്കുന്നത്, ക്രോംപ്ടൺ നൈറ്റ് ബഡ്ഡി. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. 100 എത്ര രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് എണീക്കില്ല, ഇടയ്ക്ക് ഫുള്ളായിട്ട് ആക്റ്റീവായിട്ട് എണീക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ ന്യൂ ബോൺ സ്റ്റേജ് തൊട്ട് നൈറ്റ് ഫോളോ ചെയ്യാറുള്ള 3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇവൻ്റെ ദേഹമൊക്കെ നന്നായിട്ട് തുടച്ച്, അത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചിലപ്പോൾ പറ്റാറില്ല. ഒരു 3 മാസം തൊട്ടേ നമുക്ക് അങ്ങനെയൊക്കെ റൊട്ടീൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന് മുൻപെന്ന് പറഞ്ഞാൽ എപ്പോൾ ഉറങ്ങുമെന്ന് അറിഞ്ഞുകൂടാ, എപ്പോഴും എണീക്കും എപ്പോഴും ഉറങ്ങും, ആ ഒരു രീതിയാണ്. അപ്പോൾ 3 മാസത്തിന് ശേഷം നല്ലത് മേലൊക്കെ കഴുകി കൊടുക്കാം. പക്ഷേ ഇവൻ ഇപ്പോൾ കണ്ടില്ലേ നല്ല ഉറക്കം വന്നിട്ടിരുന്നു. ഇപ്പം കൊണ്ടുപോയി മേല് കഴുകുന്നതിനേക്കാളും ദേഹം നന്നായിട്ട് തുടച്ചെടുത്താൽ മതി. നല്ല ചൂടുവെള്ളത്തിലൊന്നുമില്ല, നല്ല ഇത് തണുത്ത അത്യാവശ്യം തണുത്ത നോർമൽ വാട്ടർ തന്നെ. അപ്പോൾ ദേഹം നന്നായിട്ട് തുടച്ചെടുത്തിട്ട് അത് മുഖമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം. അപ്പോൾ നല്ല സുഖമായിരിക്കും കിടക്കാനായിട്ട്. എന്നിട്ട് നൈറ്റ് സ്യൂട്ട് ഇട്ട് കൊടുക്കും. 3 മന്ത്സിന് ശേഷം ഈ നൈറ്റ് സ്യൂട്ട് ഡെയിലി അവ ഇടാറുണ്ട്. രാത്രി ഡയപ്പർ ചേഞ്ച് ചെയ്യും. ഡയപ്പർ ചേഞ്ച് ചെയ്തിട്ട് നൈറ്റ് സ്യൂട്ട് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പാലും കുടിച്ച് ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഈ ലൈറ്റ്, രണ്ടാമത്തെ കാര്യം അതാണ്, ലൈറ്റ് വന്നിട്ട് പിന്നെ ഞാൻ ബ്രൈറ്റ് ലൈറ്റ് ഇടാറേ ഇല്ല, ഫുള്ളായിട്ട് അത് തന്നെ. പിന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപേ ഇനി അങ്ങോട്ട് പോകുമ്പം ബെറ്റർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഉറങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു സമയം അറിയാമല്ലോ, ആ സമയത്തിന് മുമ്പേ കുറച്ച് ആക്റ്റീവ് ആക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് ആക്റ്റീവായിട്ടിരുന്ന് കുറച്ച് ഒരു ടയേർഡായിട്ട് പെട്ടെന്ന് ഉറക്കം വരും. പക്ഷേ അവൻ നല്ല രീതിയിൽ ഉറക്കം വന്നിരിക്കുന്ന സമയം, ഉറങ്ങാൻ പോകുന്നു എന്നുള്ളൊരു സമയത്തിന് ശേഷം ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും ചെയ്യാതിരിക്കണമായിരിക്കും നല്ലത്. എങ്കിലേ ഉറങ്ങാൻ ചാൻസ് ഉള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ടോഡ്ലർ സ്റ്റേജൊക്കെ ആകുമ്പോൾ പാടായിരിക്കും. കുറച്ച് ആക്റ്റീവ് ആക്കിയിട്ട്
നല്ല ടയേർഡാക്കി ദേഹമൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കിടക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അങ്ങ് ഉറങ്ങും. അതിന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്താലേ അറിയാവൂ ആ സ്റ്റേജിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഫോളോ ചെയ്യാറ്. അപ്പോൾ ഇത് ഇനി ന്യൂ മദറായിട്ടുള്ളവർക്ക് ആദ്യം തൊട്ട് ഇങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇവൻ ഒരു രാത്രി ഇങ്ങനെ നല്ല രീതി ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എണീക്കാറ്. പിന്നെ ഒരു കണ്ടീഷനുണ്ട്, മൂക്കടപ്പ് വയ്യായിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് എണീക്കണത്, എപ്പോൾ കരയും, എപ്പോൾ ഉറങ്ങുമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് എക്സംഷൻ കേസാണ്. സാധാരണ ഡേയ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. ഈ പിള്ളേരുടെ കാര്യത്തിലൊന്നും പറയുന്നത് ഇവന് എപ്പോഴും മൂക്കടപ്പൊക്കെയാണ്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴും നമുക്ക് ആ ഒരു സമയത്തൊക്കെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഉറങ്ങൂല, കരഞ്ഞിട്ടിരിക്കും, നേസൽ സ്പ്രേ യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. സോ അല്ലാതെ ഇത് ഫോളോ ചെയ്യണത് നല്ലതായിരിക്കും. ഇതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു ടിപ്പ്. സോ ടാറ്റാ. അടുത്ത് നമുക്ക് വേറൊരു കാര്യത്തിൻ്റെ വേറൊരു ടിപ്പുമായിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ അവൻ ഉറങ്ങുന്ന ടൈമായി. നമ്മളിപ്പോൾ ആ ലൈറ്റിൻ്റെ വെട്ടം എത്ര ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഗുഡ് നൈറ്റ്. നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാണ്. ലൈറ്റ് ഓഫ് ചെയ്താൽ ഗുഡ് നൈറ്റ്. എല്ലായിടത്തും പറ ഗുഡ് നൈറ്റ്. ലൈറ്റ് ഓഫ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇങ്ങനെയാണ് തിരിച്ചാണ് വയ്ക്കാറ്. അപ്പോൾ ഒരു യെല്ലോ ടിൻ്റെ ആ ഒരു ഓറഞ്ച്, ഈ ഒരു വെട്ടം ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു. ഈ ഒരു വെട്ടമേ റൂമിൽ വരുള്ളൂ. അപ്പോൾ ഈ ക്യാമറയിലൊട്ടും കാണാത്തത്, അല്ലാതെ റൂമിൽ ചെറിയൊരു വെട്ടമുണ്ട്, ഒരു ചെറിയ രീതിയിലുള്ള ഒരു വെട്ടം ഉണ്ട്. നമുക്ക് അവനെ കാണാൻ പറ്റും, അവനെ ഫീഡ് ചെയ്യാനായാലും എല്ലാ കാര്യത്തിനും പറ്റും. ഈ ഒരു വെട്ടത്തിലാണ് ഇത്. കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വെട്ടമൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു വെട്ടമാണ് നമ്മൾ സാധാരണ നൈറ്റ് യൂസ് ചെയ്യാറുള്ളത്. സാധനം അടിപൊളിയാണ്. അപ്പോൾ ഇത് നല്ലതാണ്, നിങ്ങൾ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയാൽ മതി. സോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.